ചോദ്യം ചെക്കുട്ടി സാറിനോടാണ്. നോക്കൂ ചെക്കുട്ടി സാറേ, ഇത് ഒരു 10 ദിവസം മുമ്പാണ് ഈ പറയുന്ന ഇൻവിറ്റേഷൻ പിന്നെ സോണിയാഗാന്ധിക്കും ഖാർഗെയ്ക്കും അധിർ രഞ്ജൻ ചൗധരിക്കും പിന്നെ രാമനിർമ്മാണ സമിതി അയക്കുന്നത്, ക്ഷേത്ര നിർമ്മാണ സമിതി അയക്കുന്നത്. അതിനുശേഷം ഡൽഹിയിൽ 5-ാം തീയതി ഒരു യോഗം നടന്നിരുന്നു. ആ യോഗത്തിൽ പ്രധാനപ്പെട്ട PCC അധ്യക്ഷന്മാരൊക്കെ പങ്കെടുത്തു. അതിൽ നിന്ന് ഉത്തർപ്രദേശിലെ PCC അധ്യക്ഷനും ബീഹാറിലെ PCC അധ്യക്ഷനും ചോദിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്. ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു, മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു നിങ്ങൾക്ക് വ്യക്തിപരമായി വേണമെങ്കിൽ പോകാം, അതിനൊന്നും തടസ്സമില്ല എന്ന് പറയുന്നു. ഇന്നിപ്പോൾ വ്യക്തമായൊരു പ്രസ്താവനയുമായി 10-ാം തീയതി 10 ദിവസത്തിന് ശേഷം വ്യക്തമായൊരു പ്രസ്താവനയുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തുന്നു. ഇതിനിടയിൽ കേരളത്തിൽ നമ്മൾ കണ്ടല്ലോ ശ്രീ NP ചെക്കുട്ടി, ശശി തരൂർ അടക്കമുള്ള ആളുകൾ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നത്. നോക്കൂ, വളരെ നിർണായകമായൊരു രാഷ്ട്രീയ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി ഒരു പ്രധാന തീരുമാനം അറിയിക്കാനെടുത്ത സമയം 10 ദിവസമാണ്. അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കാൻ പോകുന്നൊരു വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഈ സാവധാനത? എന്താണ് കോൺഗ്രസിന്റെ ആശയക്കുഴപ്പം? ഒന്നാമത്തെ കാര്യം, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീരുമാനം എടുക്കുന്നത് അയോധ്യയിലാണ് എന്നുള്ള നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല. അത് നമ്മുടെയൊക്കെ ആഗ്രഹങ്ങളാണ്. അയോധ്യ വെച്ചുകൊണ്ട്, രാമക്ഷേത്രം വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാം എന്ന് ചില ആളുകൾ കരുതുന്നുണ്ടാവും. പക്ഷേ ഇതുവരെയുള്ള നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ അനുഭവം നോക്കിയാൽ അയോധ്യ അജണ്ട വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ വിജയം അല്ലെങ്കിൽ പരാജയം അളക്കാൻ കഴിയില്ല. അതൊരു വസ്തുതാപരമായിട്ട് തന്നെ പെശകാണത്. രണ്ടാമത്തെ ഒരു കാര്യം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഒരു ഇൻവിറ്റേഷൻ കിട്ടി. ആ ഇൻവിറ്റേഷൻ്റെ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കണം എന്നതിനെക്കുറിച്ച് അവർ തീരുമാനമെടുത്തു. കാരണം പരിപാടിക്ക് മുമ്പാണ് തീരുമാനം എടുക്കേണ്ടത്. ആ തീരുമാനം അവർ എടുത്തു കഴിഞ്ഞു. അപ്പോൾ അതിൽ കോൺഗ്രസിൻ്റെ തീരുമാനത്തെക്കാൾ എനിക്ക് തോന്നുന്നത് പ്രധാനമായിട്ട് കോൺഗ്രസിനെ സ്വാധീനിച്ചിരിക്കാനുള്ള ഒരു കാര്യം, ഹിന്ദു കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ അക്കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഹിന്ദു കമ്മ്യൂണിറ്റിക്കകത്തുള്ള ഏറ്റവും സമുന്നതരായിട്ടുള്ള മത നേതാക്കൾ, ദാർശനിക നേതാക്കൾ, അവർ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് അതൊരു സാധാരണ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമല്ല. അത് പൂർണ്ണമായിട്ടായി കഴിഞ്ഞാൽ മാത്രമാണ് ഇത്തരം പ്രതിഷ്ഠകളൊക്കെ വരിക. അപ്പോൾ അതുപോലും ഇല്ലാതെ, പരിപാടി പോലും പൂർത്തിയാക്കാതെ ചെയ്യുന്നതിനെക്കുറിച്ച് ശക്തമായിട്ടുള്ള വിമർശനങ്ങളുണ്ട്. അത് കക്ഷി രാഷ്ട്രീയപരമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് തോന്നൽ വളരെ ഉയർന്ന തലത്തിലുള്ള ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് അകത്ത് പോലും വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് രാഷ്ട്രീയമായിട്ട് അവിടെ പോയാലും പോയിട്ടില്ലെങ്കിലും പലതരത്തിലുള്ള വിമർശനങ്ങളുണ്ടാവും. ചില BJP പോലുള്ള കക്ഷികൾ ഏത് നിലയ്ക്കും അതിനെ വിമർശിക്കാൻ വരും. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എടുക്കുന്ന നിലപാട്, ഇന്ന് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ഉയർന്നു വരുന്ന ഇത് അനാവശ്യമായിട്ട് ധൃതി പിടിച്ച് കാര്യങ്ങളെ, കമ്മ്യൂണിറ്റിയുടെ ഒരു കാര്യങ്ങളെ, വിശ്വാസ കാര്യങ്ങളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരികയാണ്, കക്ഷി രാഷ്ട്രീയപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതിനെ ഉപയോഗപ്പെടുത്തുകയാണെന്നൊരു തോന്നൽ വ്യാപകമായി വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനോടുള്ളൊരു വിയോജിപ്പും വികസിച്ച് വരുന്നുണ്ട്. ആ ഒരു അന്തരീക്ഷത്തിലാണ് കോൺഗ്രസ് തീരുമാനമെടുക്കുന്നത്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള നിലപാട് മാത്രമായിട്ടേ കാണാൻ കഴിയുള്ളൂ. കാരണം അവർക്ക് ക്ഷണക്കത്ത് കിട്ടിയിട്ടുണ്ട്, ആരെങ്കിലും പോകുന്നുണ്ടേ കുഴപ്പമില്ല. പക്ഷേ ഔദ്യോഗികമായിട്ട് കോൺഗ്രസ് അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനമെടുത്തതുകൊണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസിന് ഒരു ക്ഷീണവും ഇപ്പോൾ സംഭവിക്കാൻ പോകില്ല. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ തന്നെ അജണ്ടകൾ അവിടെ വിജയിക്കുന്നതായിട്ട് കാണുന്നില്ല. അതല്ലെങ്കിൽ ശങ്കരാചാര്യന്മാർ ഇങ്ങനെയുള്ള പ്രസ്താവന ഇറക്കേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. You are watching Reporter Evening Show.